പോഞ്ഞിക്കര. അപ്പോൾ ഇന്ന് ലഞ്ച് കൊച്ചിയിലെ പോഞ്ഞിക്കര നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫുഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം കഴിച്ചാലോ? ഓക്കെ, മീൽസ് വന്നു. സ്പെഷ്യൽ നമ്മൾ കല്ലുമ്മക്കായും ചെമ്മീനും പറഞ്ഞു. ഈ ചോറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മീൻകറി ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല കിട്ടലും സൂപ്പർ മീൻകറിയാണ്. പക്ഷേ നമ്മുടെ കാർത്യായനീൻ്റെ അത്ര എനിക്ക് തോന്നിയിട്ടില്ല. കാർത്യായനി വേറെ ലെവലാണ്. അതിങ്ങനെ എടുത്ത് കുറച്ച് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ എന്ത് രസമാണെന്നറിയാം. പ്രോൺസ് റോസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ച് ഒരു രക്ഷയില്ല. ഇറ്റ്സ് ഗുഡ്. അതിൻ്റെ മസാലയ്ക്ക് എന്ത് രസമാണെന്നറിയാം. അതൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ ചുമ്മാ അങ്ങോട്ട് പോകും. ഒരു കഷ്ണം അങ്ങോട്ട് എടുത്ത് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചൊക്കെ കഴിക്കാൻ എൻ്റെ അമ്മ സൂപ്പർ. അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അവിയൽ നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. ഇനിയാണ് താരം, നമ്മളെ കൂർക്ക. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ പുറമേയുള്ള പുറത്തുള്ള വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മണമൊക്കെ ഒരു രക്ഷയില്ല. ഈ കറിയും കൊള്ളാം, വലിയ കുഴപ്പമില്ല. ഇവനാണ് ചെറിയുള്ളി മുളക് ചതച്ചത്. ഇവൻ ഇങ്ങനെ കണ്ടാലങ്ങ് മനസ്സിലാവില്ല, പക്ഷേ ഇവനെ നമുക്ക് ആ കപ്പേൻ്റെ കൂടെ അങ്ങോട്ട് പിടിക്കണം. ചോറിൻ്റെ കൂടെ ഇറ്റ്സ് ഗുഡ്, എന്നാലും ഇവനെ ആ കപ്പേൻ്റെ കൂടെ ഒരു അമ്മോ, ആ കപ്പയൊക്കെ കൈ ഓടിക്കുമ്പോൾ എന്ത് രസമെന്നറിയാം. കപ്പേൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. കപ്പേൻ്റെ കൂടെ ഇങ്ങനത്തെ സാധനമാണ് വേണ്ടത്. ഇനി ചമ്മന്തി, ഇത് ഒരു തേങ്ങാ മുളക് ചമ്മന്തിയാണ്. പക്ഷേ വേറൊരു ഐറ്റം ഉണ്ട് എൻ്റെ അമ്മോ, നമ്മുടെ ചെമ്മീൻ ചമ്മന്തി. അത് അന്യായ സാധനമാണ്. ഇവിടുത്തെ ഒരു കിട്ടുന്ന സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കാർത്യായനി റെസ്റ്റോറൻറ്റിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു ചമ്മന്തി, അതും ഒരു രക്ഷയില്ലാത്തതാണ്. ഇനി നമുക്ക് എന്താ ഉള്ളത്, നമ്മുടെ കല്ലുമ്മക്കായ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ ഈ കല്ലുമ്മക്കായ കാണാനൊരു സുഖമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു സുഖമില്ല. അതിൻ്റെ ഒരു കാന്താരിയൊക്കെ അരച്ചിട്ടാണോന്ന് അറിയില്ല. ഈ കണ്ണൂരിലെ ഒണ്ടൈൻസ് ഹോട്ടലിലൊക്കെ കല്ലുമ്മക്കായ കയ്യിൽ എടുത്ത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റേഞ്ച് അറിയാം. ഇത് ഒന്ന് കഴിച്ച് നോക്കി, എനിക്കിതിൻ്റെ മസാല അത്ര ഇഷ്ടപ്പെട്ടില്ല. കിട്ടുന്ന സാധനമായിരുന്നു, പക്ഷേ ഈ ഒരു രീതി ബെടക്കാക്കി മാറ്റിയല്ലോ. മേ ബി ഇതിൻ്റെ മസാല കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ അങ്ങ് റെഡി ആകുമായിരിക്കും. ഇതിൻ്റെ വിഷമം തീർക്കാൻ നമുക്ക് കുറച്ച് പ്രോൺസ് ഇങ്ങോട്ട് എടുക്കാം. ആ പ്രോൺസ് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ, വാ. പ്രോൺസ് ഇങ്ങോട്ട് 2-3 ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെ കുഴയ്ക്കുമ്പോൾ പ്രോൺസിലുള്ള ഒരു തിക്ക് ഒരു മസാല ഉണ്ടല്ലോ, അത് ചോറിലേക്കൊക്കെ ഇങ്ങനെ പടർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്നാലും ഉള്ളിൽ എവിടേക്കോ ഒരു വിഷമം കിടക്കുന്നുണ്ട് കല്ലുമ്മക്കായ ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി ഓർഡർ ചെയ്യാം. അപ്പോൾ എന്താ ഓർഡർ ചെയ്യുക? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞെട്ടിച്ചൊരു സൈറ്റ് ഉണ്ട്, വേറെ ആരുമല്ല, കരിമീൻ. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നിയായ സാധനമായിരുന്നു. എനിക്ക് കാർത്യായനിയിലെ കരിമീനിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത്, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കാം നമുക്ക്. അവൻ്റെ ഒരു കിടപ്പ് കണ്ടോ, അതിൻ്റെ ഒരു എതള് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എന്താ അതിൻ്റെ ഒരു ടെക്സ്ചർ, എന്ത് രസമാണെന്നറിയോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു പ്രശ്നം പോലെ തോന്നി. കുറച്ചിടത്ത് കുറച്ചധികം ഫ്രൈ ആയതുപോലെ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കറക്റ്റായിരുന്നു കേട്ടോ. ഇത് ചില സ്ഥലത്ത് കുറച്ചധികം ഫ്രൈഡ് ആയതുപോലെ തോന്നി. എന്നാലും ഒരു കുഴപ്പമില്ല. ഈ തലയുടെ ഭാഗത്തൊരു പീസുണ്ട്, ആ പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനം എന്ത് രസമാണെന്നറിയോ. പക്ഷേ ഇവിടെയൊന്നും പറ്റിയില്ല കേട്ടോ. ഇവിടെയൊക്കെ കറക്റ്റ് പരുവാണ്. ഒരു രക്ഷയില്ല. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എന്ത് രസമാണെന്നറിയോ. അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ വലിയൊരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്, ഇവനും കൊള്ളാം. പിന്നെ വില ഒരു കാർത്യായനിക്കാളും ഒരു പൊടി കൂടുതലാണെന്ന് തോന്നി, പക്ഷേ കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. ഷേണായ്സ് തിയേറ്ററിൻ്റെയൊക്കെ കുറച്ച് അടുത്താണ്. അപ്പോൾ എറണാകുളത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് കയറുക. അപ്പോൾ ശരി.